അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 വ്യാഴാഴ്ച. സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസിൽ വെച്ചാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഉപരോധം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. യുദ്ധകാലത്ത് $114 ഉയർന്ന WTI ക്രൂഡ് വില ബാരലിന് $75.81 കുറഞ്ഞു. ഹോർമൂസിൽ 3 മാസമായി കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പൽ 62,370 മെട്രിക് ടൺ LNGയുമായി ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തും. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി പിറകെയെത്തും. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും വിജയിന്റെ TVK സർക്കാർ. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്നും നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആദ്യം തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ച ശേഷം ദേശീയഗാനം ആലപിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. വന്ദേമാതരം ആലപിച്ചില്ല. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് വിലയിരുത്തിയ ധവളപത്രത്തിലെ വിദഗ്ധ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും ബജറ്റ്. വരുമാന വർധനയ്ക്കുള്ള നടപടികളിലൂടെ സമ്പദ്വ്യവസ്ഥ ശക്തമാക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾക്കും സാധ്യത. കിഫ്ബിയുടെ പുനഃസംഘടനയും ഉണ്ടാകും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിദേശ വനിതയ്ക്ക് എബോളയെന്ന് സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52-കാരിക്കാണ് എബോളയുണ്ടോ എന്ന് സംശയിക്കുന്നത്. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പനിയായി എത്തിയതാണ്. എബോള സംശയിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. നിലവിൽ ഭയപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും 1% പോലും റിസ്ക് എടുക്കരുത് എന്നതുകൊണ്ടാണ് നിരീക്ഷണത്തിൽ ആക്കിയതെന്നും മന്ത്രി പറഞ്ഞു. പരിശോധനാഫലം ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2019 വീഴ്ച 2025 ബോർഡിന് സംഭവിച്ചുവെന്ന് SIT റിപ്പോർട്ട്. ഭരണപരമായ വീഴ്ച PS പ്രശാന്തിന്റെ ഭരണസമിതിക്കുണ്ടായി എന്നും സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായി എന്നും SIT ഇന്ന് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ വെച്ച് കേസ് രേഖകൾ തിരുത്തിയെന്ന് മുൻ അന്വേഷണ സംഘം മൊഴി നൽകിയ സാഹചര്യത്തിൽ ADGP ഓഫീസിൽ DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള SIT പരിശോധന നടത്തി. സന്ദർശക രജിസ്റ്റർ ഓഫീസിലെ CCTVയും പോലീസ് ക്ലബിലെ രേഖകളും SIT ശേഖരിച്ചു. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാൻ കേരളം. ഇതു സംബന്ധിച്ച് കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. പദ്ധതി അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDFന്റെ തീരുമാനം. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനെ പരിഹസിച്ച് CPM നേതാവ് AK ബാലൻ. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞതെന്നും അറബിക്കടലിൽ വലവീശി എറിഞ്ഞിട്ട് ഒരു തുമ്പുപോലും കിട്ടിയിട്ടില്ലെന്നും AK ബാലൻ പരിഹസിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF സർക്കാർ തീരുമാനത്തിനെതിരെ കാന്തപുരം വിഭാഗം സമസ്ത രംഗത്ത്. മുൻ സർക്കാർ ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും നടപ്പാക്കുന്നത് രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് നിരക്കാത്തതാണെന്ന് SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ആരോപിച്ചു. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാർ അടക്കമുള്ള രേഖകൾ വീണ EDക്ക് കൈമാറിയെന്നാണ് സൂചന.
അവയവ കച്ചവട കേസിൽ സംശയമുള്ള 5 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന. കൊച്ചിയിലെ പ്രധാന സ്വകാര്യ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിലും പള്ളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും പരിശോധന നടത്തി. ഷിഗല്ല രോഗവ്യാപനം തടയാൻ ഐസ് ഫാക്ടറികളിൽ പ്രത്യേക പരിശോധന വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ. ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് രോഗത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് വിദഗ്ധർക്ക് സംശയമുണ്ട്. കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLAയുമായ മാത്യു കുഴൽനാടനെ KPCC പ്രസിഡന്റാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ സജീവമായിരിക്കെയാണ് ഈ നീക്കം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതിയെ 2 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയുടെ ജാമ്യം തള്ളിയത്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത സംഭവത്തിൽ കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ടക്ടർക്ക് ബോധവൽക്കരണം നൽകാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് കണ്ടക്ടറെ വിളിച്ചുവരുത്തി വിശദീകരണം കേട്ട ശേഷമാണ് നടപടി. രാഹുൽ ഗാന്ധിക്ക് സവർണ ബോധമുള്ളതിനാലാണ് പിണറായിയെ ആലിംഗനം ചെയ്യില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് CPM നേതാവ് K. ബാലൻ. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമില്ലെന്നും ബാലൻ പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന പദവി അനധികൃതമായി കൂട്ടിച്ചേർത്ത് KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടതനുസരിച്ചതാണെന്ന് കണ്ടെത്തി. ആധാർ ഉൾപ്പെടെയുള്ള അംഗീകൃത തിരിച്ചറിയൽ കാർഡുകളിൽ ഉള്ളതുപോലെ വേണം ലൈസൻസിലെ പേര്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 25 ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറിളക്കവും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കോളേജിന് താൽക്കാലിക അവധി പ്രഖ്യാപിച്ചു. PSC ബുള്ളറ്റിനിൽ മികച്ച തിരക്കഥാകൃത്തിന്റെ ഫോട്ടോയ്ക്ക് പകരം കൊലക്കേസ് പ്രതിയുടെ ഫോട്ടോ. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരം ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോയാണ് പ്രസിദ്ധീകരിച്ചത്. മെയ് 15 ബുള്ളറ്റിനിലാണ് ഗുരുതര പിഴവ്. സർക്കാരിന്റെ ജവാൻ റം ഉൽപാദനം മുടങ്ങിയിട്ട് 4 ദിവസം. തിരുവല്ല, പുളിക്കീഴ്, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലാണ് ജവാൻ റം ഉൽപ്പാദിപ്പിക്കുന്നത്. മദ്യം നിറയ്ക്കേണ്ട കുപ്പി, ലേബൽ, അടപ്പ് എന്നിവ നൽകുന്ന കമ്പനികൾ കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെയാണ് ഉൽപ്പാദനം നിർത്തേണ്ടി വന്നത്. ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയെന്ന് സംശയിക്കുന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബലാത്സംഗത്തിനിടെയുള്ള കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ K. സുധാകരൻ MP നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. പരാതിക്കാരൻ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ വന്നതോടെയാണ് എറണാകുളം CJM കോടതി കേസ് തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നാടകീയ ചുവടുമാറ്റങ്ങൾ. പുറത്താക്കിയ BJP MLAമാർ ഭരണകക്ഷിയായ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടാണ് പിന്തുണ അറിയിച്ചത്. 3 സ്വതന്ത്ര MLAമാരുടെ പിന്തുണയും കോൺഗ്രസിനാണ്. ഇതോടെ 5 സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കാൻ ആവശ്യമായ വോട്ട് കോൺഗ്രസ് ഉറപ്പാക്കി. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ ദില്ലിയിൽ നടന്ന നിർണായക പാർലമെന്ററി യോഗത്തിൽ പങ്കെടുത്തത് 3 MPമാർ മാത്രം. പാർട്ടിയുടെ 9 MPമാരും യോഗത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് വിപ്പ് നൽകിയിരുന്നെങ്കിലും പാർട്ടിയുടെ ഏക രാജ്യസഭാ MPയായ സഞ്ജയ് റാവത്തും ലോക്സഭാ MPമാരായ അരവിന്ദ് റാവത്ത്, അനിൽ ദേശായ്, രാജു ഭാവ് വാജെ എന്നിവർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പാർട്ടി വിപ്പ് ലംഘിച്ച MPമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് അംഗത്വം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കാനാണ് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ തീരുമാനം. സമാജ്വാദി പാർട്ടിയിലും പിളർപ്പ് ഭീഷണി. മുതിർന്ന നേതാവ് രാം ഗോപാൽ യാദവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി പിളർത്തി BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായി. രാം ഗോപാൽ യാദവ് അമിത്ഷായ്ക്ക് കത്ത് നൽകിയെന്ന ആരോപണം ആവർത്തിച്ച് ഓം പ്രകാശ് രാജ്ഭർ രംഗത്തെത്തി. രാം ഗോപാൽ യാദവ് പ്രതികരിച്ചിട്ടില്ല. സമാജ്വാദി പാർട്ടി പിളരില്ലെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷകർ വീണ്ടും സമരത്തിന്. ഓഗസ്റ്റ് 10 മുതൽ രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങാനാണ് തീരുമാനം.
വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. ഇന്ത്യ-US വ്യാപാര കരാർ കർഷകർക്ക് ദോഷമാണെന്നും കർഷക നേതാക്കൾ പറഞ്ഞു. അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ജഹാംഗീർ ഖാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തെരുവിലൂടെ നടത്തിച്ച് ബംഗാൾ പോലീസ്. പാർട്ടിക്കും ജഹാംഗീറിനും ഏറെ സ്വാധീനമുള്ള മണ്ഡലമായ ഫാൽത്തയിലെ റോഡിലൂടെയാണ് വിലങ്ങണിയിച്ചും അരയിൽ കയർ കെട്ടിയും നടത്തിച്ചത്. പോലീസ് സ്റ്റേഷനു നേരെ പ്രതിഷേധവുമായി ജഹാംഗീറിന്റെ ഭാര്യയും കൂട്ടാളികളും എത്തി. നാഗ്പൂരിൽ ആത്മഹത്യ ചെയ്ത നീറ്റ് പരീക്ഷാർത്ഥി ആകാംക്ഷ ചതുർവേദിയുടെ കുടുംബത്തിന് സർക്കാർ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സർക്കാരിന്റെ പരാജയമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിലെ തെറ്റാണതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നിരയിലുണ്ടായ പിളർപ്പുകൾ കാരണം NDA സർക്കാർ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷത്തിന് തൊട്ടരികെ എത്തി. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാൻ ഇനി വെറും 6 വോട്ടുകൾ മാത്രം മതി എന്നതിനാൽ വനിതാ സംവരണം, മണ്ഡല പുനർനിർണയം പോലുള്ള നിർണായക ബില്ലുകൾ സർക്കാർ വീണ്ടും പരിഗണിച്ചേക്കും. യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും മാനുഷികതയ്ക്കാണ് ഇന്ത്യ വില നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഗ്ലോബൽ സൗത്തിന് യുദ്ധം തനിയെ താങ്ങാനാകില്ലെന്നും അന്താരാഷ്ട്ര സമൂഹം സഹായത്തിനിടപെടണമെന്നും മോദി ആവശ്യപ്പെട്ടു. 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ ബംഗാൾ ഉൾക്കടലിൽ തകർന്നടിഞ്ഞ ശേഷം ആദ്യമായി സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ പാകിസ്ഥാൻ നാവികസേന ഒരുങ്ങുന്നു. ചൈനയിൽ നിന്ന് അടുത്തിടെ വാങ്ങിയ അത്യാധുനിക ഹംഗോർ ക്ലാസ് അന്തർവാഹിനി ഇതിനായി വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാക് അധിനിവേശ കാശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം രൂക്ഷമായി. വിലക്കയറ്റത്തിനെതിരെ തുടങ്ങിയ സമരം നിയമസഭയിലെ സീറ്റ് സംവരണത്തിലെ തർക്കങ്ങളിലേക്ക് വഴിമാറിയതോടെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയും സംഘർഷം വ്യാപിക്കുകയുമായിരുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് K മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ലാറ്റിൻ അമേരിക്കൻ കരുത്തായ കൊളംബിയ. ആദ്യ പകുതി തീരാൻ 5 മിനിറ്റ് ശേഷിക്കെ കൊളംബിയ ലീഡെടുത്തെങ്കിലും 60-ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ ഗോൾ മടക്കി കളി സമനിലയിലാക്കി. എന്നാൽ വർദ്ധിത വീര്യത്തോടെ കളിയിലേക്ക് തിരിച്ചുവന്ന കൊളംബിയ 65-ാം മിനിറ്റിൽ ലീഡെടുത്തു. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ 1 ഗോൾ കൂടി കൊളംബിയ വിജയം രാജകീയമാക്കി. പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഘാനയ്ക്ക് നാടകീയ വിജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഘാന പനാമയെ പരാജയപ്പെടുത്തിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് 95-ാം മിനിറ്റിൽ കലെബ് ഇറങ്കയിലൂടെ ഘാന വിജയ ഗോൾ അടിച്ചെടുത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.